ഒരുപാട് നദികൾ വന്നിറങ്ങുന്നുണ്ട്, മേജർ നദികൾ. എന്നാൽ പടിഞ്ഞാറൻ തീരം, ഈ വെസ്റ്റേൺ തീരത്തോട്ട് അങ്ങനെ അധികം നദികളുടെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ല. മേജർ നദികൾ വളരെ കുറച്ച്, ഇവിടെ നർമ്മദ, താപ്തിക്ക് പോലുള്ള 1-2 പേര് ഒഴുകുന്നുള്ളൂ. ബാക്കിയെല്ലാം മൈനർ നദികളും മറ്റുമൊക്കെയാണ്, ചെറിയ നദികളൊക്കെയാണ്. പിന്നെ മീഡിയം നദികളായിട്ടും കുറച്ച് പേരുണ്ട്. പിന്നുള്ളത് റിച്ച് ബയോഡൈവേഴ്സിറ്റിയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും നല്ല സമ്പുഷ്ടമായ ജലസ്രോതസ്സുകളും മണ്ണും പിന്നെ വെജിറ്റേഷനും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി സസ്യവൈവിധ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻസ്. ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ഇന്ത്യൻ ഫിസിയോഗ്രഫി എന്ന ഒരു വലിയ ടോപ്പിക്കിലെ ഒരു ഡിവിഷനാണ് നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പം നമ്മുടെ ഫിസിയോഗ്രഫിയിലെ മറ്റ് പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസ്, മൗണ്ടൻസ് എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നതും മറ്റൊരു ഫിസിയോഗ്രഫിക് ഡിവിഷനാണ്. ഇന്ത്യ എന്ന രാജ്യം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക്, കൺട്രി ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് ഇന്ത്യയുടെ പകുതിയിൽ കൂടുതലും നമുക്ക് തീരപ്രദേശമുണ്ട്, അല്ലെങ്കിൽ പകുതിയോളം നമുക്ക് തീരപ്രദേശമുണ്ട് നമുക്ക് പറയാം. ഏറെക്കുറെ പകുതി എന്ന് പറഞ്ഞോ, തെറ്റില്ല. ഏകദേശം ഇന്ത്യയുടെ ഇന്ത്യയിൽ ലോക്ക് ചെയ്ത് നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം ഗുജറാത്ത് മുതൽ പശ്ചിമ ബംഗാൾ വരെ വരുന്ന മേഖലകൾ മുഴുവനും കടലിന് അതിർത്തിയായി നിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതൊരു കോസ്റ്റൽ രാജ്യമാണ് താനും എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോസ്റ്റൽ രാജ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ, ഇന്ത്യ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി സവിശേഷതകൾ ഇന്ത്യക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ കാലാവസ്ഥയിൽ പർട്ടിക്കുലർലി വരുന്ന മോഡറേഷൻ, ഇന്ത്യക്ക് ഇന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉത്തര മഹാസമതലത്തിനായാലും മറ്റ് പ്രദേശങ്ങളിലായാലും കിട്ടുന്ന മഴയുടെ ലഭ്യത, താപം ഒരു ഈവൻ ഇക്വേറ്ററിന് ഏറെക്കുറെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എങ്കിൽ പോലും ഇന്ത്യയിൽ ഈ പറയുന്ന താപത്തിൻ്റെ ഒന്നും ഒരു വളരെ വലിയൊരു കാഠിന്യമൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്നതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഈ കടലിനോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കടലിനോട് അടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനൊക്കെ പോലൊരു രാജ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫുള്ളി ലാൻഡ് ലോക്ക്ഡാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു കടലില്ല ചുറ്റും എവിടെയും. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തുനിന്നൊരു ചരക്ക് എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ആ ചരക്ക് ഗതാഗതത്തിന് കേവലം അഫ്ഗാനിസ്ഥാനിൽ നേരിട്ടെത്തണമെങ്കിൽ അവിടെ എയർ വേ മാത്രമാണ് പോസിബിൾ, അല്ലേ? ആ വ്യോമ മാർഗം മാത്രം എത്തേണ്ടി വരും. അല്ലാതെ കടൽ മുഖാന്തരം എത്തുന്ന ചരക്ക് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ തുറമുഖത്തിറക്കി അവിടെ നിന്ന് വരേണ്ടിയ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. കാരണം നമുക്ക് ഈ തീരദേശമുള്ളത് ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിൽ നമ്മളെ ഒട്ടനവധി, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. ശരിയാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മളത് സഹായിച്ച് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഇന്ത്യയുടെ തീരദേശം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആ ഇന്ത്യയുടെ തീരദേശവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ തീരദേശ സമതലവുമായി ബന്ധപ്പെട്ട ആ ഒരു ഫിസിയോഗ്രഫിയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ PYQs കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എന്നിട്ട് ഉത്തരങ്ങളിൽ ഫൈനലി നമ്മളത് നോക്കാറുണ്ട്, അല്ലേ? PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെഷനുണ്ട്, അതിലൂടൊപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ചോദ്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന ആദ്യത്തെ ചോദ്യം. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതലായിട്ടുള്ള പ്രദേശം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ചോദ്യം മനസ്സിലായി. ഇതിൻ്റെ 4 ഓപ്ഷനുകളും തന്നിട്ട് അതിന് കറക്റ്റായിട്ടുള്ള പടിഞ്ഞാറൻ തീരദേശ സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നുള്ളൊരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരദേശ സമതലം. എന്നിങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ മറ്റൊരു ചോദ്യത്തിലും. Which among the following is not part of the western coastal plain of India? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശ സമതലത്തിൻ്റെ ഭാഗമല്ലാത്തതിൽ ഏത് എന്നുള്ള മറ്റൊരു ചോദ്യവും. ഇങ്ങനെ ചോദ്യങ്ങളെ നമുക്ക് ഉത്തരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഇങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ തീരദേശത്തെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം.
ഇന്ത്യയുടെ തീരദേശ പ്രദേശം ആരംഭിക്കുന്നത് നമുക്കറിയാം ഗുജറാത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങ് പശ്ചിമ ബംഗാൾ വരെയും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ തീരദേശ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഏറ്റവും എൻഡിലായി ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞാൽ പിന്നെ കടലിനിടയിലായി കാണുന്ന പ്രദേശം എന്നതാണ് ഈ ഉപദ്വീപീയല്ല നമ്മുടെ തീരദേശ സമതലം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഗുജറാത്ത് മേഖല മുതൽ അങ്ങ് പശ്ചിമ ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ തീരദേശ സമതലം അല്ലേ. അപ്പോൾ അതിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിലായി കാണുന്ന ഒരു എൻറ്റയർ സ്ട്രെച്ചാണ് കടലിനോട് സമാന്തരമായി ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിക്കും കടലിനുമിടയിൽ. അതിപ്പോൾ അറബിക്കടലായാലും ശരി തന്നെ, ബംഗാൾ ഉൾക്കടലായാലും ശരി തന്നെ അല്ലേ. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കും ബംഗാൾ ഉൾക്കടലിനിടയിലും സ്ഥിതി ചെയ്യുന്ന തീരദേശവും നമുക്കുണ്ട്. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയും നമുക്കുണ്ട്. ബേ ഓഫ് ബംഗാളിനും പെനിൻസുലാർ പ്ലാറ്റ്യൂക്കും ഇടയിലുമുണ്ട്, അറേബ്യൻ സീക്കും പെനിൻസുലാർ പ്ലാറ്റ്യൂവിലും ഇടയിലുമായിട്ടുണ്ട്. അതായത് എനിക്ക് ഇരുവശങ്ങളിലായി 2 തീരപ്രദേശങ്ങളെ പറയുവാൻ സാധിക്കുമെന്ന് സാരം. ശരിയല്ല? എനിക്ക് ഇരുവശങ്ങളിലായി തീരദേശത്തെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ വശത്തായി വരുന്ന തീരദേശ സമതലത്തിന് പടിഞ്ഞാറൻ തീരദേശ സമതലമെന്നും കിഴക്കു ഭാഗത്തായി വരുന്നതിന് കിഴക്കൻ തീരദേശ സമതലം, ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഏത് സൈഡ്? കേരളം അടങ്ങുന്ന സൈഡ് വരുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതുപോലെ വി ഹാവ് അൻ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും പറയാം. കിഴക്കൻ തീരദേശ സമതലം എന്നുള്ളതും നമുക്ക് പറയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണേ? സെറ്റ്. The coastal plain in India run parallel to the Arabian Sea and the Bay of Bengal along the Peninsular Plateau. അല്ലേ? പെനിൻസുലാർ പ്ലാറ്റുവിനോട് ചേർന്ന് അറബിക്കടലിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്, അല്ലെങ്കിൽ നിരന്ന് നിൽക്കുന്നതാണ് നമ്മുടെ തീരദേശ സമതലം എന്ന് പറയുന്നത്. The coastal plains of India are narrow stretches of land that lie along the coast, and they are characterized by fertile soil, a moderate climate and rich biodiversity. അതായത് കോസ്റ്റൽ തീരദേശ സമതലങ്ങൾ ഭയങ്കര നാരോവാണ്, ചെറുതാണ്, വീതി കുറവാണ്. ശരിയാണ്. കാരണം ഒരു ഭാഗത്ത് പീഠഭൂമി, മറുഭാഗത്ത് കടലുമായി നിൽക്കുന്ന ഒരു തീരം വീതി കുറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ. പക്ഷേ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈലായിട്ടുള്ള സോയിലുണ്ട്. കാരണം ഇവൻ സമതല പ്രദേശമാണ്. ഈ സമതല പ്രദേശത്തിലേക്ക് ഈ ഉയർന്നു നിൽക്കുന്ന പീഠഭൂമിയിൽ നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ, അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെട്ട ഫലഭൂഷ്ടമായൊരു മണ്ണ് അവൈലബിൾ ആയിരിക്കാം ഈ സമതല പ്രദേശങ്ങളിൽ. ക്ലൈമറ്റിൻ്റെ ഒരു മോഡറേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കടലിനോട് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഈ കോസ്റ്റൽ സമതലങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ കടലിൻ്റെ ഒരു മിതപ്പെടുത്തൽ ഇവിടെ കിട്ടും, ഈ പറയുന്ന തീരദേശ പ്രദേശങ്ങളിൽ കിട്ടും. പകൽ സമയത്തുള്ള ലാൻഡ് ചൂടാവുമ്പോൾ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് ലാൻഡിലേക്ക് വീശുകയും രാത്രി സമയങ്ങളിൽ നേരെ തിരിച്ചും സംഭവിച്ചുകൊണ്ട് കടൽ കരയിനെ ഒരു പരിധിയിൽ കൂടുതൽ ചൂടാകാതെ പിടിച്ചു നിർത്തും. അതായത് മോഡറേറ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ, മിതമായൊരു കാലാവസ്ഥ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന വാസ്തവം. പിന്നുള്ളത് റിച്ച് ബയോഡൈവേഴ്സിറ്റിയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും നല്ല സമ്പുഷ്ടമായ ജലസ്രോതസ്സുകളും മണ്ണും പിന്നെ വെജിറ്റേഷനും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി സസ്യവൈവിധ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻസ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ കോസ്റ്റൽ പ്ലെയിൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്ന മലമേഖലകളായിരിക്കും, എസ്കാർപ്മെൻറ്റുകളായിരിക്കും. നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒക്കെ പോലുള്ള എസ്കാർപ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ അത്തരം പശ്ചിമഘട്ടം പൂർവ്വഘട്ടമൊക്കെ കൂടുതലും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വനയോര മേഖലകളാണ്, വനമേഖലകളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബയോഡൈവേഴ്സിറ്റി അവിടെ എത്തിക്കും പാർക്കുന്നത് പോലെ അല്ലെങ്കിൽ കൂടുതൽ എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതിലും അത്ഭുതമൊന്നുമില്ല എന്നുള്ളതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി മാർക്കിങ്ങുകൾ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ഗുജറാത്തിൽ തുടങ്ങിയാൽ അവിടെ ഒരു കച്ച് മേഖല എന്നൊരു മാർക്കിംഗ് കാണാം, കത്യവാർ എന്നൊരു മാർക്കിംഗ് കാണാം, ഗുജറാത്ത് പ്ലെയിൻ എന്ന് പറയുന്നൊരു മാർക്കിംഗ് കാണാം. എസെൻഷ്യലി ഗുജറാത്ത് സമതലമാണല്ലോ ഇതെല്ലാം, കച്ചും കത്തിയവാറും എല്ലാം ചേരുന്നത് എന്ത് തന്നെയാണ്? ഗുജറാത്ത് സമതലം തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗമായി എനിക്ക് കച്ചും കത്തിയവാറും പറയാം. ശേഷം ഒരു കൊങ്കൺ കോസ്റ്റ് എന്നുള്ള മാർക്കിംഗ് കാണാം നിങ്ങൾക്ക്. മഹാരാഷ്ട്ര എന്ന പ്രധാന സംസ്ഥാനവും ഗോവയും ഒക്കെയായി വരുന്നത് കൊങ്കൺ കോസ്റ്റ്. ശേഷം വരുന്നത് ഇവിടെ മലബാർ കോസ്റ്റ് എന്ന് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂവെങ്കിലും നമുക്കൊരു കർണാടക കോസ്റ്റും ഇതിനിടയിൽ പറയേണ്ടതുണ്ട്. കർണാടക കോസ്റ്റും പിന്നെ ഒരു മലബാർ കോസ്റ്റും. ഈ കർണാടക കോസ്റ്റിൽ മറ്റൊരു പേരും നമുക്ക് സൂചിപ്പിക്കാം, കാനറ കോസ്റ്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അതുപോലെ കിഴക്കോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കോറമാണ്ടൽ കോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കോറമാണ്ടൽ കോസ്റ്റ്, പിന്നീട് വടക്കോട്ട് പോകുമ്പോൾ നോർത്തേൺ സർക്കാർ, ശേഷം ഒരു ഉത്കൽ പ്ലെയിൻ എന്ന രീതിയിലും തീരദേശത്തെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ തീരദേശ സമതലങ്ങളിലെ പടിഞ്ഞാറെന്നും കിഴക്കെന്നും ഞാൻ ഡിവൈഡ് ചെയ്തുവെങ്കിലും അതിൽ തന്നെ വീണ്ടും ഫർദർ ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് തീരപ്രദേശമുണ്ട്. അതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വിശേഷണങ്ങളിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. ദ 9 കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആർ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് ദ വെസ്റ്റ് ബംഗാൾ. പഠിക്കാൻ എളുപ്പമാണ്. ഒരു കൺഫ്യൂഷൻ്റെയും എന്താ പറയുക, ഒരു കൺഫ്യൂഷനും അവിടെ ശരിക്കും പറഞ്ഞ സ്ഥാനമില്ല. എളുപ്പം പഠിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ അല്ലേ. ഏറെക്കുറെ നിങ്ങൾ ഈ ഒരു മാപ്പ്
ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഇത്രയേ ഉള്ളൂ. ഹാവിങ് എ ടോട്ടൽ ലെങ്ത് ഓഫ് 7,516.6 കിലോമീറ്റേഴ്സ് ഇൻ ടോട്ടൽ. ഇതിൽ ഇൻക്ലൂഡിങ് ഐലൻഡ് എന്നുള്ളത് മാറ്റിയേക്കാം. ഇതിനകത്ത് മൊത്തത്തിൽ ഇപ്പോൾ പുതിയ ലെങ്ത്, റിവൈസ്ഡ് ലെങ്ത് പ്രകാരം നമുക്ക് 11,098 കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. 11,098 കിലോമീറ്ററാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയയുടെ റിവൈസ്ഡ് ലെങ്ത് ആയിട്ടാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പുതുതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു തീരദേശ സമതലത്ത് നമുക്ക് പ്രധാനമായി കാണാൻ പറ്റുന്ന അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കോസ്റ്റൽ പ്ലെയിൻസ് അത്യാവശ്യം ഫെർട്ടൈലാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ടിവിറ്റി താരതമ്യേന ഉയർന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. 2, പോർട്ട്. ഏതൊരു രാജ്യത്തിൻ്റെയും തുറമുഖം ആ രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ക്വാളിറ്റിയെ വിളിച്ചോതും. തുറമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് 13 മേജർ തുറമുഖങ്ങളുണ്ട് ഇന്ത്യക്ക്. 13 മേജർ തുറമുഖങ്ങളും 100 കണക്കിന് മൈനർ തുറമുഖങ്ങളുമുള്ളൊരു നാടാണ് ഇന്ത്യ. ആ മേജർ തുറമുഖങ്ങൾ പർട്ടിക്കുലർലി ഇൻ്റർനാഷണൽ ട്രേഡുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം മേജർ തുറമുഖങ്ങൾ വരാൻ കാരണം തന്നെ പോർട്ട് എന്നത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അല്ലെങ്കിൽ പോർട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള തീരദേശ പ്രദേശത്തെ നമ്മൾ മാറ്റിയെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. The entire length of the coast is dotted with big and small ports which help carry out international trade മാത്രമല്ല കേട്ടോ, ഡൊമസ്റ്റിക് ട്രേഡും പോസിബിൾ ആണ്. തീരദേശങ്ങളിൽ വെച്ച് ഇൻ്റർനാഷണൽ ട്രേഡ് മാത്രമേ പാടുള്ളൂ എന്നൊന്നുമല്ല. ഡൊമസ്റ്റിക് ട്രേഡ് ഇസ് ഓൾസോ പോസിബിൾ. പക്ഷേ കൂടുതലും ഇൻ്റർനാഷണൽ ട്രേഡിനാണ് നമുക്ക് ഈ പോർട്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഡൊമസ്റ്റിക് ട്രേഡ് നമുക്ക് ഉള്ളിലുള്ള മറ്റ് നെറ്റ്വർക്കുകൾ, ഗതാഗത മാധ്യമങ്ങൾ വഴി ഉപയോഗിക്കാമല്ലോ. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ റെയിൽവേ സംവിധാനം വഴിയോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് മാർഗമോ ഒക്കെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ ട്രേഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും നാട്ടിനുള്ളിൽ, രാജ്യത്തിനുള്ളിൽ. പക്ഷേ മറ്റ് രാജ്യവുമായിട്ടുള്ള ട്രേഡ് നമുക്ക് ചെയ്യണമെങ്കിൽ ഒന്നിൽ കടൽ സ്വീകരിക്കണം, അല്ലെങ്കിൽ എയർ, വായു മുഖാന്തരമുള്ള ട്രേഡ് സ്വീകരിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ സിൻസ് വി ഹാവ് ദീസ് പോർട്ട്, നമുക്ക് ഈ പോർട്ടുകളിലെ തുറമുഖങ്ങളുടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് 98% ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നത് ഈ തുറമുഖങ്ങളിലൂടെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യമല്ല, പിന്നുള്ളത് എക്കണോമിക് റിസോഴ്സസ് ആണ്. ഇപ്പോൾ എക്കണോമിക് റിസോഴ്സസിൻ്റെയും ഹ്യൂമൻ സെറ്റിൽമെൻറ്റേക്ക് കാര്യം നോക്കിയാൽ, ഇപ്പോൾ ദ കോസ്റ്റൽ പ്ലെയിൻസ് ആർ സോഴ്സസ് ഓഫ് സോൾട്ട്, മോണോസൈറ്റ്, മിനറൽ ഓയിൽസ് ആൻഡ് ഗ്യാസ് ആസ് വെൽ ആസ് സെൻറ്റേഴ്സ് ഓഫ് ഫിഷറീസ്. ഒട്ടനവധി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് തീരദേശം അല്ലെങ്കിൽ തീരദേശ സമതലം പാത്രമാവുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിന് പറയാം. അപ്പോൾ പോർട്ട് നിർമ്മിക്കുന്നതിൽ കേവലം ട്രേഡ് നടത്തുന്നത് ചുമ്മാ ഒന്നുമല്ലല്ലോ. ട്രേഡ് നടത്തുന്നത് ഒരു ബിസിനസ് തന്നെയാണ്, ഒരു ഗ്ലോബൽ ബിസിനസ് തന്നെയാണ് ഗ്ലോബൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുമാനമുണ്ട് അല്ലേ, അവിടെ ഗ്ലോബൽ ഔട്ട്റീച്ച് ഉണ്ട്, വരുമാനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് മറ്റ് രാജ്യങ്ങൾക്കും ഉണ്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കും വരുമാനമുണ്ട്, മറ്റ് രാജ്യങ്ങൾക്കും വരുമാനമുണ്ട്. അവിടെ ഒരു കൾച്ചർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ട, ഇപ്പം നമ്മൾ പറയാറില്ല, എവിടെ പോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് മലയാളിയെ കാണാൻ പറ്റുമല്ലോ, ഇന്ത്യക്കാരനെ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യക്കാർക്ക് വേണ്ട സാധനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് ഈ പോർട്ടിലെ ഷിപ്പിംഗ് വഴിയല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കൾച്ചർ കണക്ഷൻ മറ്റ് രാജ്യങ്ങളിലുള്ള നമ്മുടെ തന്നെ ഇന്ത്യക്കാരുമായി നിലനിർത്തുന്നതിന് ഈ തുറമുഖങ്ങൾ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ അതിന് പുറമെ ഇപ്പോൾ തീരദേശത്ത് ഇത്തരത്തിൽ പോർട്ട് പോലുള്ള സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പോർട്ട് പോലുള്ള നിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ ഒരുപാട് ആൾക്കാരവിടെ വരും. ഈ ആൾക്കാർക്ക് താമസിക്കാനുള്ള സെറ്റിൽമെൻറ്റുകൾ നമുക്കവിടെ വേണ്ടി വരും, വീടുകൾ വേണ്ടി വരും. വീടുകൾ വന്നാൽ അവിടേക്ക് ഫാമിലി വരും. അവരുടെ ഫാമിലി വന്നാൽ കുഞ്ഞുങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾ അടുത്ത് പണിയേണ്ടി വരും. ഫാമിലിയിൽ ആളുമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവിടെ ആശുപത്രിയുടെ റിക്വയർമെൻറ്റുകൾ ഉണ്ടാവും. ആശുപത്രികൾ അടുത്തടുത്ത് പണിയേണ്ടി വരും. ആശുപത്രികൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഡെയിലി റിക്വയർമെൻറ്റുകൾക്കുള്ള ഇപ്പോൾ ഗ്രോസറീസും മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ, പഴം, പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങൾ, റീറ്റെയിൽ ഷോപ്പുകൾ ഒക്കെ വേണ്ടി വരും. അതെല്ലാം പരിസര പ്രദേശങ്ങളിൽ ആരംഭിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവും. റോഡ് നെറ്റ്വർക്ക് വരും, വൈദ്യുതി ഉണ്ടാകും, ജലസേചനം ഉറപ്പുവരുത്തും, സീവേജ് നെറ്റ്വർക്കുകൾ വരും. അങ്ങനെ ശരിക്കും തീരദേശ സമതലവുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിൽമെൻറ്റ് തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അർബനൈസേഷൻ നമുക്ക് തീരദേശ സമതലങ്ങളിൽ കാണാൻ സാധിക്കും. ഏതൊരു നാട് നോക്കിയാലും കുറേയൊക്കെ ഈ അർബനൈസ്ഡ് ആയിട്ടുള്ള നാടുകൾ കൂടുതലും തീരപ്രദേശത്ത് കാണാൻ പറ്റുന്നതിന് കാരണം ഇതാണ്. ഇതിന് പുറമെ തീരദേശത്ത് ഒട്ടനവധി റിസോഴ്സസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഹെവി മിനറൽസ്, സാൻഡുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ പറഞ്ഞ ടൈറ്റാനിയം, തോറിയം പോലുള്ള മിനറൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തീരദേശ സമതലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മിനറൽ ഓയിൽ, ഇപ്പോൾ നമ്മുടെ പെട്രോളിയം, ക്രൂഡ് പോലുള്ള ഓയിലുകളുടെ എക്സ്പ്ലോറേഷനുമായിട്ട് ബന്ധപ്പെട്ട് തീരദേശവും ഓഫ് ഷോർ ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ പിന്നെ സോൾട്ടിൻ്റെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ ഈ തീരദേശ സമതലമല്ലേ ഉപയോഗിക്കുന്നത്. കടലിൽ നിന്നുള്ള വെള്ളം കയറ്റി കെട്ടി നിർത്തി ഇവോപ്പറേറ്റ് ചെയ്യിച്ച് ഉപ്പുണ്ടാക്കുന്ന ഉപ്പളങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് തീരദേശ സമതലങ്ങളാണ് ഉപയോഗിക്കുക ഉപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി. ഇങ്ങനെ ഇതിനെല്ലാം പുറമെ ഫിഷറീസ്, മത്സ്യബന്ധനവും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റികൾ. അപ്പോൾ അതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ തുറമുഖങ്ങൾ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും കൊടുമ്പിരി കൊണ്ട ആക്ടിവിറ്റികൾ ഈ പറയുന്ന തീരദേശ സമതലങ്ങളിൽ വളരെ ഡൈവേഴ്സിഫൈ ചെയ്യപ്പെട്ട് നടക്കുന്നു എന്ന് പറയാം. പിന്നെ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ, വാട്ടർ ട്രാൻസ്പോർട്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഞാനിപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഓൾറെഡി കവർ ആയിട്ടുണ്ട്. ദീസ് കോസ്റ്റൽ പ്ലെയിൻസ് ആർ ഹോം ടു ഡെൻസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഹാവ് സം ഓഫ് ദി ലാർജസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. മുംബൈ ഉൾപ്പെടെ വരുന്നതൊക്കെ അല്ലേ ഈ തീരദേശ സമതലങ്ങളിലാണ്. ഗുജറാത്ത് is the state with the maximum coastline and Goa is the state with the least coastline among the coastal states. ഇത് മുമ്പ് PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനം ഏത്? അത് ഗുജറാത്താണ്. ഏറ്റവും കുറവ് തീരദേശമുള്ള സംസ്ഥാനമോ അത് ഗോവയുമാണ്. ഉള്ളതിൽ ഏറ്റവും ചെറുത് ഗോവയാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഗോവ ഉള്ള തീരദേശം മുഴുവനായിട്ട് ടൂറിസത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മുഴുവൻ ടൂറിസത്തിനല്ല, മർമഗോവ അതുകൊണ്ട് പോർട്ടുണ്ട്, ബാക്കി മുഴുവൻ ടൂറിസം ആക്ടിവിറ്റിയാണ്. The coastal plains can be divided into two portions, the eastern and western coastal plains. Already നമ്മൾ കണ്ടു. The two part of the coastal plain but meets at the southernmost tip of the mainland India. ഏതാ? കന്യാകുമാരി. ശരിയല്ലേ? ഇപ്പം കിഴക്കുന്ന് വന്നാലും കിഴക്കൻ തീരപ്രദേശം വന്ന് മീറ്റ് ചെയ്യുന്നതായാലും പടിഞ്ഞാറൻ തീരപ്രദേശം വന്ന് മീറ്റ് ചെയ്യുന്നതായാലും എവിടെയാ? നമ്മുടെ കന്യാകുമാരിയിലാണ്. ശരിയല്ലേ? നമ്മുടെ കന്യാകുമാരിയിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ കന്യാകുമാരിയിൽ വെച്ച് കിഴക്കൻ തീരദേശ സമതലവും പടിഞ്ഞാറൻ തീരദേശ സമതലവും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ടു കോസ്റ്റൽ പ്ലെയിൻസ് മീറ്റ് അറ്റ് വിച്ച് റീജിയൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കിക്കേ. ഗുജറാത്ത് പ്ലെയിൻസ്, കൊങ്കൺ പ്ലെയിൻസ്, കർണാടക പ്ലെയിൻസ്, മലബാർ പ്ലെയിൻസ് എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. ഓൾറെഡി അവരെവിടെ വരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. The western coastal plain is a narrow belt along the Arabian Sea. അല്ലേ? അറബിക്കടലിന് സമാന്തരമായി ഒഴുകുന്നതെന്ന് എപ്പോഴും മനസ്സിൽ വരുള്ളൂ, നാവിൽ വരുള്ളൂ. അറബിക്കടലിന് സമാനമായി നിലകൊള്ളുന്ന ഒരു നാരോ ആയിട്ടുള്ള സ്ട്രെച്ചാണ്, താരതമ്യേന കൂടുതൽ നാരോ ആയിട്ടുള്ള സ്ട്രെച്ചാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. These are narrow plains with an average width of about 65 kilometer. ഇവിടുത്തെ ആവറേജ് വിഡ്ത്ത് വരുന്നത് കേവലം 60-65 കിലോമീറ്റർ മാത്രമാണ്. അതിൽ കൂടുതലും കുറവുള്ളതുണ്ട്, എന്നാലും ആവറേജ് വരുന്നത് 65 കിലോമീറ്റർ. The western coastal plain are narrow in the middle and get broader towards north and south. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ശരിക്കും മിഡിലും ബ്രോഡറായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണ്ട കേട്ടോ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നാരോവർ അറ്റ് ദ മിഡിൽ നല്ല, ശരിക്കും മിഡിലും അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. എൻഡിലോട്ട് സൗതേൺ എൻഡിലോട്ട് വരുമ്പോൾ നാരോ ആവാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് കണക്ക് കൂട്ടാണ്ടിരുന്നാൽ മതി. The western coastal plain stretches from Rann of Kutch to Kanyakumari. The western coastal plain are an example of submerged coastal plain. അതായത് ഇപ്പോൾ ഈ രണ്ട് തീരപ്രദേശങ്ങളെ നമ്മൾ കമ്പയർ ചെയ്താൽ കിഴക്കൻ തീരദേശത്ത് ഒരുപാട് നദികൾ വന്നിറങ്ങുന്നുണ്ട്, മേജർ നദികൾ. എന്നാൽ പടിഞ്ഞാറൻ തീരം, ഈ വെസ്റ്റേൺ തീരത്തോട്ട് അങ്ങനെ അധികം നദികളുടെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ല. മേജർ നദികൾ വളരെ കുറച്ചേ ഉള്ളൂ. നർമ്മദ, താപ്തിയൊക്കെ പോലുള്ള 1-2 പേര് ഒഴുകുന്നുള്ളൂ. ബാക്കിയെല്ലാം മൈനർ നദികളും മറ്റുമൊക്കെയാണ്, ചെറിയ നദികളൊക്കെയാണ്. പിന്നെ മീഡിയം നദികളായിട്ടും കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നിക്ഷേപങ്ങളൊന്നും വരാറില്ല, ഇവിടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇതിനൊരു സബ്മേർജ്ഡ് കോസ്റ്റാണ്, താരതമ്യേന ആഴം കൂടുതലുള്ളൊരു കോസ്റ്റായിട്ട് നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കും. It is believed that the city of Dwaraka, which was once part of the Indian mainland, situated along the western coast, is submerged underwater. ദ്വാരക എന്നത് ഈ വെസ്റ്റേൺ തീരദേശത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നൊരു പ്രദേശം ഇന്ന് ഈ വെള്ളത്തിനടിയിലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അത്ര റെലവൻ്റ് അല്ല, എന്നിരുന്നാലും ദ്വാരകയെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം മുമ്പ് എപ്പോഴോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഒന്ന് ഇട്ടു വന്നേ ഉള്ളൂ. Because of this submergence, it is a narrow belt that provides natural conditions for the development of ports and harbours. അതാണ് പറഞ്ഞത്. അതായത് ഇവിടം സബ്മേർജ്ഡ് കോസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ തീരപ്രദേശങ്ങളും മറ്റും നിർമ്മിക്കുന്നതിന്, അല്ലെങ്കിൽ തീരപ്രദേശമല്ലല്ലോ, പോർട്ട് ഹാർബറുകളും മറ്റൊക്കെ നിർമ്മിക്കുന്നതിന് ഈ പ്രദേശം വളരെയധികം അഭികാമ്യമാണ്. ശരിയല്ലേ? കാരണം അധികം നദികൾ വരികയും നദികളുടെ നിക്ഷേപങ്ങൾ കൊണ്ട് ഇവിടുത്തെ ആഴം കുറയ്ക്കുകയൊന്നും ചെയ്യുന്നില്ല താരതമ്യേന മറ്റ് കോസ്റ്റിനെ അപേക്ഷിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ ഇവിടം നാച്ചുറൽ ഹാർബർ മേക്കിംഗ് കണ്ടീഷൻസിന് വളരെ സ്യൂട്ടബിൾ ആണെന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. Most of the west flowing rivers drain at estuaries, making them ideal locations for port. This explains the higher number of ports in the western coast. The eastern port needs to be dredged.
പറഞ്ഞ കാര്യം തന്നെയാണ്. അതാണ് ഈ പടിഞ്ഞാറൻ തീരദേശത്ത് കൂടുതൽ പോർട്ടുകൾ വന്നതിൻ്റെ കാരണം തന്നെ ഇതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. ഈ കിഴക്ക് വരുന്ന സമയത്ത് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് അതിനെയാണ് നമ്മൾ ഡ്രഡ്ജിങ് എന്ന് വിളിക്കാം. അത് നടത്തിക്കൊണ്ടേയിരിക്കണം തീരദേശത്തിന് ആഴം കൂട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ. കാരണം വലിയ വലിയ കപ്പലുകൾ തുറമുഖത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പൽ വരുന്നിടത്തൊന്നും മണ്ണിട്ടകൾ ഉണ്ടാകാൻ പാടില്ല, നല്ല ആഴം വേണം. കപ്പലിൽ നമ്മൾ പുറത്ത് കാണുന്ന പോലെയല്ല, വെള്ളത്തിനടിയിൽ ഒരുപാട് 4-5 മീറ്ററോ അതിൽ കൂടുതലോ ഒക്കെ കപ്പലിൻ്റെ വലുപ്പം അനുസരിച്ച് വെള്ളത്തിനടിയിലോട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ വെള്ളത്തിനടിയിലുള്ള അത്രയും കപ്പലിൻ്റെ ഭാഗം ഏതെങ്കിലും മൺതിട്ടയിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉറഞ്ഞു പോകും, പിന്നെ അവൻ അനങ്ങൂല. അത്രയും ഭാരമല്ലേ ഒരു കപ്പലിന്, അതിനകത്ത് ലോഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പം അതുകൊണ്ട് ഇത് ഉറപ്പാക്കും. കപ്പൽ പോകുന്ന റൂട്ടിൽ ആഴം കൃത്യമായി ഉണ്ടെന്ന് കപ്പൽ ഉറപ്പാക്കാറുണ്ട്. അപ്പോൾ അതാണ് ആ ആഴം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഡ്ജിങ് കിഴക്കുള്ള തുറമുഖങ്ങളിൽ നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ്. പടിഞ്ഞാറുള്ള എല്ലാ തുറമുഖങ്ങളിലും ഡ്രഡ്ജിങ് ഇല്ല എന്നല്ല അതിനർത്ഥം. പടിഞ്ഞാറുള്ള തുറമുഖങ്ങളിലും ഡ്രഡ്ജിങ് നടത്താറുണ്ട്, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി വേരിയിങ് ആയിരിക്കും. കിഴക്കുള്ള തുറമുഖങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തുമ്പോൾ പടിഞ്ഞാറ് കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഡ്രഡ്ജിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാണ്ട്ല, മസഗൗൺ, ജവഹർലാൽ നെഹ്റു പോർട്ട്, നാവ്ഷേവ, മാർമഗോവ, മാംഗ്ലൂർ, കൊച്ചി എക്സെട്ര ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ പോർട്ട്സ് ലൊക്കേറ്റഡ് അലോങ് ദി വെസ്റ്റ് കോസ്റ്റ്. വെസ്റ്റ് കോസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ചില പോർട്ടുകൾ പറഞ്ഞു. ഇതിനകത്ത് വിഴിഞ്ഞമൊക്കെ വരും കേട്ടോ. ഇനിയിപ്പോൾ പേരിൽ വിഴിഞ്ഞമൊക്കെ വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്. വിഴിഞ്ഞം വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളൂ. കൊച്ചിൻ വിഴിഞ്ഞമൊക്കെ പോർട്ടായിട്ടുണ്ടല്ലോ, എന്തായാലും ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. The west flowing rivers of Western Ghats make smaller deltas due to the steeper slope and the swift moving character. അത് മാത്രമല്ല, വളരെ ചുരുക്കം ദൂരം മാത്രമേ ഇവർക്ക് ഒഴുകാൻ കിട്ടുന്നുള്ളൂ, ഷോർട്ടർ കോഴ്സ്. ഈ വെസ്റ്റേൺ ഘട്ട്സിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ, ഈ അറബിക്കടലിലോട്ട് വന്നെത്തുന്ന നദികൾ വളരെ സ്വിഫ്റ്റ് പെട്ടെന്ന് ഒഴുകി തരും. കാരണം വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ് വെസ്റ്റേൺ ഘട്ട്സിന് ആ സൈഡിലോട്ട്. അതുകൊണ്ട് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ആൾ പെട്ടെന്ന് താഴെത്തും. പിന്നെ ഈ തീരദേശത്തിൻ്റെ വീതി ആകെ കുറവാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക്. ഇവൻ ഒഴുകുന്ന നീളവും വളരെ കുറവ്, ഒഴുകുന്ന ദൂരവും വളരെ കുറവ്. അപ്പോൾ ഒരുപാട് ഇറോഷൻ നടത്തുവാനോ ഒരുപാട് ഡെപ്പോസിഷൻ നടത്താനുള്ള ചാൻസ് ഒന്നും ആർക്ക് കിട്ടത്തില്ല, ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നദികൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. ശരിക്കും ഇവിടെ കൂടുതൽ ഡെപ്പോസിറ്റുകൾ അപ്പോൾ അഴിമുഖങ്ങളിൽ നടത്താത്തതും ഒരുപാട് തീരദേശത്തെ സബ്മർജാക്കി തന്നെ നിലനിർത്തുകയും ചെയ്യുന്നത് അതുകൊണ്ടാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പെനിൻസുലാർ റോക്ക് കുറച്ച് ഹാർഡാണ്. നമ്മൾ ഈ വെസ്റ്റേൺ ഘട്ട്സിലെ റോക്ക് മറ്റ് റോക്കുകളെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി ഹാർഡർ റോക്കാണ്. അപ്പോൾ ഇറോഷനും ഉള്ള സാധ്യതയും കുറച്ച് കുറയുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ ഗുജറാത്ത് സമതലത്തിൽ വരുന്ന ഓരോ സമതലങ്ങളെ പറ്റിയിട്ട് നോക്കാം. നമ്മുടെ കച്ച് പെനിൻസുല സ്പ്രെഡ്സ് ഓവർ ദി നോർത്ത് വെസ്റ്റേൺ ഗുജറാത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലായിട്ട് കാണുന്നതാണ് നമ്മുടെ കച്ച് പെനിൻസുല, അല്ലെങ്കിൽ നമ്മുടെ കച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. Originally an island surrounded by sea and lagoon, and the surrounding areas, the lagoons, later on got filled by deposition of sediments by the Sindhu River and used to flow through this area. In this way, the islands became part of the mainland. അത് കച്ച് മേഖല ശരിക്കും ഐലൻഡായിട്ട് നിന്നിരുന്നതാണ്. പിന്നെ അതിന് ചുറ്റുമുള്ള കാണുന്ന ഇടങ്ങളെല്ലാം തന്നെ സിന്ധു നദിയുടെ ഡെപ്പോസിറ്റ്സ് കാരണം മെയിൻ ലാൻഡ് ഗുജറാത്തുമായിട്ട് ജോയിൻ ആയി പോയതാണ് എന്നുള്ളതാണ് ഈ കച്ച് മേഖല ഒരു തീരപ്രദേശം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കച്ചൊരു ഐലൻഡ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടിയിരുന്ന സാധനമാണെന്നുള്ളതാണ് പറയുന്നത്. ടോപ്പോഗ്രഫി, ദ ഏരിയ ഹാസ് ആൻ ഏരിഡ് ആൻഡ് സെമി ഏരിഡ് ലാൻഡ്സ്കേപ്പ് ബിക്കോസ് ഓഫ് ദി സ്കാർസിറ്റി ഓഫ് റെയിൻ ആൻഡ് വർക്ക് ഓഫ് വിൻഡ്. കാര്യമായിട്ട് കാറ്റുള്ളത് കൊണ്ടും ഈ മഴ താരതമ്യേന കുറവായതുകൊണ്ടും ഒരു ഇച്ചിരി വരണ്ട ഒരു കാലാവസ്ഥയാണ് നമ്മുടെ കച്ച് പെനിൻസുല അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ദ ചീഫ് ഫിസിയോഗ്രഫി ഫീച്ചർ ഓഫ് ദിസ് റീജിയൻ ഇൻക്ലൂഡ് കോസ്റ്റൽ സാൻഡ് ഡ്യൂൺസ് ആൻഡ് സാൻഡി പ്ലെയിൻസ് വിച്ച് ആർ ഇന്റർസ്പേസ്ഡ് വിത്ത് ബെയർ റോക്കി ഹിൽസ്. ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന മേഖല കച്ച് മേഖലയിൽ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന സ്പെഷ്യാലിറ്റി കച്ച് മേഖലയിലുള്ള സാൻഡി ബീച്ചസും മറ്റു കാര്യങ്ങളൊക്കെ സാൻഡ് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. ഇൻ്റർമിറ്റൻ്റ്ലി ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തും കാണാം, പാറക്കഷ്ണങ്ങളാൽ നിബിഡമായി നിൽക്കുന്ന ചെറിയ ഉയർന്ന പ്രദേശങ്ങൾ, ബെയർ റോക്കി ഹിൽസ്, ബെയർ റോക്കി ഹിൽസ് എന്ന് പറഞ്ഞാൽ റോക്ക് മാത്രം വരുന്ന രീതിയിലുള്ള ചെറിയ കുന്നുകൾ നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കുന്നതാണ്. ബാക്കി പ്രദേശങ്ങളെല്ലാം മണ്ണ് മൂടി നിൽക്കുന്നതാണ്. അതിൽ ദ ലിറ്റിൽ റാൻ ഈസ് ദി സതേൺ കണ്ടിന്യൂവേഷൻ ഓഫ് ദി ഗ്രേറ്റ് റാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സതേൺ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ലിറ്റിൽ റാൻ എന്നറിയപ്പെടുന്നത്. കച്ച് മേഖലയുടെ തന്നെ കിഴക്ക് പടിഞ്ഞാറായിട്ട് കാണുന്ന കിഴക്ക് തെക്കായിട്ട് കാണുന്ന മേഖല. ലൈസ് ഓൺ ദി കോസ്റ്റ് ആൻഡ് ടു ദി സൗത്ത് ഈസ്റ്റ് ഓഫ് കച്ച്. അല്ലേ, കച്ചിന് സൗത്ത് ഈസ്റ്റ് ആയിട്ട് കാണുന്ന സ്ഥലമാണ് നമ്മുടെ ലിറ്റിൽ റാൻ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ആയിട്ട് കാണുന്ന പ്രദേശം, അതാണ് ലിറ്റിൽ റാൻ എന്ന് പറയുന്നത്. കത്തിവാർ പെനിൻസുല, അതിന് താഴെ വരുന്ന മേഖലയാണ് നമ്മുടെ കത്തിവാർ പെനിൻസുല. ഇത് കച്ചല്ല കത്തിവാർ. ലൊക്കേഷൻ, ഇറ്റ് ലൈസ് ടു ദി സൗത്ത് ഓഫ് ദി കച്ച് പെനിൻസുല. കച്ച് പെനിൻസുലയ്ക്ക് സൗത്തായിട്ടാണ് കത്തിവാർ കാണുക.
സപ്പോസ് ടു ബി ഓഫ് വോൾക്കാനിക് ഒറിജിൻ. എന്താണ് വോൾക്കാനിക് ഒറിജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കത്തിയവാർ മേഖലയെ പറയാം. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ലിറ്റിൽ റാൻ ഓൺ ദി ഈസ്റ്റേൺ. ലിറ്റിൽ റാനേ കച്ചിൻ്റെ ഈസ്റ്റാണ് വരിക. ഇവിടെ എഴുതിയിരിക്കുന്ന ലിറ്റിൽ റാൻ ടു ദി ഈസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ലിറ്റിൽ റാൻ ടു ദി ഈസ്റ്റ് എന്ന് പറയുന്നത് കത്തിയവാർ പെനിൻസുലല്ല, അല്ലെങ്കിൽ കത്തിയവാർ കോസ്റ്റിലല്ല, കച്ചിലാണ് വരിക കേട്ടോ. ലിറ്റിൽ റാൻ ഈസ്റ്റിലോട്ട് വരിക, നമ്മളത് കണ്ടതാണ്. ലിറ്റിൽ റാൻ ഈസ്റ്റിൽ വരുന്നത് കച്ചിലല്ല, കത്തിയവാറിലാണ് കേട്ടോ. സോറി, കത്തിയവാറിലല്ല, കച്ചിലാണ് കേട്ടോ ലിറ്റിൽ റാൻ ഈസ്റ്റിലായിട്ട് വരുന്നത്. അത് ഇതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. പ്രോമിനൻറ്റ് ഹിൽസ് കൺസിസ്റ്റ് ഓഫ് സം പ്രോമിനൻറ്റ് ഹിൽസ് മെൻഷൻ ബിലോ. ഏതൊക്കെ നമുക്ക് മാന്ദവ് ഹിൽസ് പറയാൻ പറ്റും കത്തിവാർ പെനിൻസുലയുടെ സെൻട്രലായിട്ട്. അതുപോലെ മെനി സ്മോൾ സ്ട്രീംസ് റേഡിയേറ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഫ്രം ദി മാന്ദവ് ഹിൽസ്. ഈ മാന്ദവ് ഹിൽസിൽ നിന്ന് പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള നദികൾ പല ഡിറക്ഷനിലായിട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് മാണ്ഡവ് ഹിൽസിൽ നിന്ന്. ഗിർനാർ ഹിൽസ് 1171 മീറ്റർ ഹൈറ്റ് വരുന്ന ഗിർനാർ ഹിൽസ് ഈ പോയിന്റിൽ ഏറ്റവും ഉയരം കൂടിയൊരു മലനിരയായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഗിർ റേഞ്ചസ് ലൈ സൗത്ത് പാർട്ട് ഓഫ് ദി കത്തിയവാർ പെനിൻസുലയുടെ സൗത്ത് പാർട്ടിലായിട്ട് നമുക്ക് ഗിർ റേഞ്ചിനെ കാണാൻ പറ്റുന്നുണ്ട്. ദ റേഞ്ച് ഇസ് ഫേമസ് ആസ് ദി അബോർഡ് ഓഫ് ദി ഗിർ ലയൻസ്. അല്ലേ, നമ്മൾ പറയുന്നതാണ് ഇന്ത്യയിൽ സിംഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ പോകേണ്ടത് ഗിർ വനങ്ങളിലാണെന്ന് പറയും. സിംഹത്തെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതായി നമ്മൾ പറയുന്നതാണ് ഗിർ വനം. ഗിർ വനം എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഹം ഗുജറാത്തിൽ പോകണം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക എപ്പോഴും. ഗുജറാത്ത് സമതലം പൊതുവേ നമ്മൾ പറയുമ്പോൾ ലൈസ് ടു ദി ഈസ്റ്റ് ഓഫ് ദി കച്ചൻ കത്തിവാർ പെനിൻസുല, അല്ലെങ്കിൽ സൗത്ത് ഓഫ് ദി കച്ചൻ കത്തിവാർ പെനിൻസുല എന്ന് പറയാം, അല്ലെങ്കിൽ ഈസ്റ്റ് ഓഫ് ദി എന്ന് പറയാം. ഈ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്നതിൻ്റെ തീരപ്രദേശത്തായിട്ട് ഇവിടുത്തെ കുറച്ച് ഗുജറാത്ത് ഏരിയനെ നമ്മൾ ഗുജറാത്ത് പ്ലെയിൻസ് ആയിട്ട് പറയും. Formation, the plain was formed by the depositions of river like Narmada, Tapti, Mahi and Sabarmati. Mahi, Sabarmati, Narmada, Tapti നദികളുടെ നിക്ഷേപങ്ങളാൽ രൂപീകൃതമായ കോസ്റ്റാണ് ഈ ഗുജറാത്ത് വരുന്ന ഈ ഒരു പ്രദേശത്തെ ഗുജറാത്ത് കോസ്റ്റ് എന്ന് പറയാം. The slope is towards the west and southwest. ഇങ്ങോട്ടേക്കാണ് സ്ലോപ്പ്, അവിടെ നിന്ന് നദി ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഈ ഗുജറാത്ത് കോസ്റ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക. എലിവേഷൻ ഏകദേശം ഒരു 150 മീറ്ററൊക്കെയാണ് മീൻ സീ ലെവലിൽ നിന്ന് ഈ ഒരു പ്രദേശത്ത് നമുക്ക് ആവറേജ് ആയിട്ട് പറയാൻ പറ്റുക. ഇവിടുത്തെ ടോപ്പോഗ്രഫി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. ഒന്ന് ഈസ്റ്റേൺ പാർട്ട്. ദ പാർട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് സെഡിമെൻറ്റ്സ് ആൻഡ് ഹെൻസ് ഇസ് ഫെർട്ടൈൽ ആൻഡ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കിഴക്കൻ ഭാഗവും അതുപോലെ ഒരു കോസ്റ്റൽ പാർട്ടും പറയാം. വിച്ച് ഓഫ് ദ പാർട്ട് ഈസ് കവേർഡ് ബൈ വിൻഡ് ബ്ലോൺ ലോയസ്, മണൽ കൂമ്പാനകളുടെ പ്രസൻസ് കാണുന്ന, വിച്ച് ഹാസ് ഗിവൺ റൈസ് ടു എ സെമി ഏരിഡ് ലാൻഡ്സ്കേപ്പ്. സെമി ഏരിഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം വരണ്ടതായിട്ടുള്ളൊരു കാലാവസ്ഥ കാണിക്കുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റേൺ സൈഡിലും വരിക, അല്ലെങ്കിൽ കോസ്റ്റൽ പാർട്ടിൽ. ഇപ്പം ഗുജറാത്ത് കോസ്റ്റിനെ എനിക്ക് ഈസ്റ്റേൺ പാർട്ടെന്നും കോസ്റ്റൽ പാർട്ടെന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഈസ്റ്റേൺ പാർട്ട് അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ നദികളുടെ നിക്ഷേപങ്ങളാൽ സമ്പന്നവുമാണ്. കോസ്റ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ, ഗുജറാത്തിൻ്റെ ഈസ്റ്റ് അല്ല പറയുന്നത്, കോസ്റ്റ്. ഗുജറാത്ത് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗൾഫ് ഓഫ് കമ്പത്തിൻ്റെ ഭാഗത്തായിട്ട് കണ്ട ഗുജറാത്തിൻ്റെ മേഖലയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഓക്കെ, ഈ ഒരു മേഖലയെ പറ്റിയാണ് സൂചിപ്പിച്ചത്. അവിടെ വരുന്ന പിന്നെ കോസ്റ്റൽ പാർട്ടിനെ തന്നെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈസ്റ്റേൺ പാർട്ടെന്നും വെസ്റ്റേൺ പാർട്ട്, അല്ലെങ്കിൽ ഈസ്റ്റേൺ പാർട്ടെന്നും കോസ്റ്റൽ പാർട്ടെന്നും പറഞ്ഞത്. അതിൽ കോസ്റ്റൽ പാർട്ട് ഇച്ചിരി സെമി ഏറിഡാണ്, സാൻഡിയാണ്. ഈസ്റ്റേൺ പാർട്ട് ഫെർട്ടൈലാണ്. ഓക്കെ, ക്ലിയർ ആണോ? റൈറ്റ്. അപ്പം അത്രയുമാണ് നമ്മുടെ തീരദേശ സമതലത്തിൻ്റെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലെ ഗുജറാത്ത് കോസ്റ്റ് വരെയുള്ള ഡീറ്റെയിൽസും മറ്റ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഡീറ്റെയിലും. അപ്പോൾ ബാക്കി ഇനിയുള്ളത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂവേഷനായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത്രയും നമ്മൾ പഠിച്ച ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും അടുത്ത ദിവസം നമ്മൾ കാണും. അതിന് ശേഷമാണ് ബാക്കി നമ്മുടെ കൊങ്കൺ കോസ്റ്റും കർണാടക കോസ്റ്റും കേരള കോസ്റ്റും ഒക്കെ പഠിച്ച് വെസ്റ്റേൺ കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ വിൽ മൂവ് ഓൺ ടു ദി ഈസ്റ്റേൺ കോസ്റ്റ്. അത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ തീരദേശ സമതലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനം തന്നതിനകത്ത് ആ കത്തിയവാറിൻ്റെ പെനിൻസുലയിൽ നിങ്ങൾക്ക് അവിടെ സൈഡിൽ കാണുന്നത് കച്ചിൻ്റെ തന്നെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അല്ലാതെ കത്തിയവാറിനെയാണ് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്, കച്ചിൻ്റെ ചിത്രമായിപ്പോയി, കുഴപ്പമില്ല. അത് കത്തിയവാറായിട്ട് നമ്മൾ പറയുമ്പോൾ ഉള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നത്, കത്തിയവാറിൻ്റെതായ ചില പോയിന്റുകൾ നമ്മൾ പറഞ്ഞല്ലോ, അത് മതി, അതാണ് നമുക്ക് ആവശ്യം. സോ ദാറ്റ് ബീയിങ് സെഡ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്.